ഹായ് ഫ്രണ്ട്സ്, BAMS എക്സാം മെഡിസിയിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹെർണിയ. ശല്യതന്ത്ര സിലബസിൽ പേപ്പർ 2 ലാസ്റ്റ് മൊഡ്യൂളിൽ ഉള്ള ഒരു ടോപ്പിക്കാണിത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 10 മാർക്കിന് essay ക്വസ്റ്റ്യൻ ആയിട്ട് ഹെർണിയ ചോദിച്ചിട്ടുണ്ട്. ദെൻ 5 മാർക്കിന് ഇൻഗ്വിനൽ ഹെർണിയ ചോദിച്ചിട്ടുണ്ട്, ഫെമറൽ ഹെർണിയ ആൻഡ് മാനേജ്മെൻറ്റ്, ഹയാറ്റസ് ഹെർണിയ. 3 മാർക്കിന് അംബിലിക്കൽ ഹെർണിയ. ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് 2 ടോപ്പിക്സ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്, ഹെർണിയ ആസ് എ ജനറൽ ആൻഡ് ഇൻഗ്വിനൽ ഹെർണിയ. ബാക്കി ടോപ്പിക്സ് ഇനി വരുന്ന വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. സോ വി ക്യാൻ സ്റ്റാർട്ട്. ഹെർണിയ വേർഡ് മീനിങ് എന്ന് പറയുന്നത് ടു ബഡ് ഓർ ടു പ്രൊട്രൂഡ്, അതായത് എന്തെങ്കിലും പുറത്തേക്ക് തള്ളി വരിക എന്നാണ് ഹെർണിയ വേർഡ് മീനിങ്. നെക്സ്റ്റ് ഇസ് ഡെഫിനിഷൻ. അബ്നോർമൽ പ്രൊട്രൂഷൻ ഓഫ് എ വിസ്കസ് ഓർ എ പാർട്ട് ഓഫ് വിസ്കസ് ത്രൂ ആൻ ഓപ്പണിംഗ്, ആർട്ടിഫിഷ്യൽ ഓർ നാച്ചുറൽ, വിത്ത് എ സാക്ക് കവറിങ് ഇറ്റ്. ആർട്ടിഫിഷ്യലോ നാച്ചുറലോ ആയ ഒരു ഓപ്പണിങ്ങിൽ കൂടെ വിസ്കസ്, അതായത് അബ്ഡോമിനൽ കണ്ടൻസ് ഓർ പാർട്ട് ഓഫ് വിസ്കസ് അബ്നോർമൽ ആയി പ്രൊട്രൂഡ് ചെയ്യുക എന്നാണ് ഡെഫിനിഷൻ. ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഓർ നാച്ചുറൽ ആയ ഒരു ഓപ്പണിങ്ങിൽ കൂടെ വിസ്കസ് ഓർ പാർട്ട് ഓഫ് വിസ്കസ് അബ്നോർമൽ ആയി പ്രൊട്രൂഡ് ചെയ്യുക. കോമൺ സൈറ്റ്സ് ഓഫ് ഹെർണിയ. കോമൺ ആയി കണ്ടുവരുന്ന ഹെർണിയൽ സൈറ്റ്സ് ഇൻഗ്വിനൽ ഹെർണിയ, ഇറ്റ് ഈസ് എ മോസ്റ്റ് കോമൺ 73%, ഇൻസിഷണൽ ഹെർണിയ 15%, അംബിലിക്കൽ ഹെർണിയ 8.5%, ഫെമറൽ ഹെർണിയ 7%, എപ്പിഗാസ്ട്രിക് ഹെർണിയ. These are the common sites of hernia. ടൈപ്സ്. 2 ടൈപ്സ് ആണ് ഉള്ളത്, എക്സ്റ്റേണൽ ഹെർണിയ ആൻഡ് ഇൻറ്റേർണൽ ഹെർണിയ. എക്സ്റ്റേണൽ ഹെർണിയ എന്ന് പറയുമ്പോൾ ബോഡിയുടെ പുറത്തേക്ക് പ്രൊട്രൂഷൻ ഉണ്ടാവുക. അത് 2 തരമുണ്ട്, സ്പോണ്ടേനിയസ് ആൻഡ് അക്വേർഡ്. സ്പോണ്ടേനിയസ് മീൻസ് നാച്ചുറൽ ഓപ്പണിങ്ങിൽ കൂടെ ഹെർണിയേഷൻ ഉണ്ടാവുക. എക്സാമ്പിൾ ഇൻഗ്വിനൽ ഹെർണിയ, ഫെമറൽ ഹെർണിയ, അംബിലിക്കൽ ഹെർണിയ. അക്വേർഡ് ഹെർണിയ. അക്വേർഡ് ഹെർണിയ മീൻസ് ആർട്ടിഫിഷ്യൽ ആയ ഓപ്പണിങ്ങിൽ കൂടെ ഹെർണിയേഷൻ ഉണ്ടാവുക, ലൈക്ക് ഇൻസിഷൻ ഓഫ് സർജറി. എക്സാമ്പിൾ ഇൻസിഷണൽ ഹെർണിയ. ഇൻറ്റേർണൽ ഹെർണിയ. ഇൻറ്റേർണൽ ഹെർണിയ എന്ന് പറയുമ്പോൾ ബോഡിയുടെ അകത്തേക്കായിരിക്കും അബ്നോർമൽ പ്രൊട്രൂഷൻ ഉണ്ടാവുക, ലൈക്ക് അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് പ്രൊട്രൂഷൻ ഉണ്ടാവുക. എക്സാമ്പിൾ ഹയാറ്റസ് ഹെർണിയ. എറ്റിയോളജി. ഹെർണിയ എന്ന് പറയുന്നത് അബ്നോർമൽ പ്രൊട്രൂഷൻ ആണല്ലോ. സോ ബോഡിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് തള്ളി വരണമെങ്കിൽ നമ്മൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് ചെയ്യുന്ന ആക്ടിവിറ്റീസ് കൊണ്ടായിരിക്കും അബ്നോർമൽ പ്രൊട്രൂഷൻ ഉണ്ടാവുക. അപ്പോൾ എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുമ്പോൾ കൂടുതലായിട്ടും സ്ട്രെങ്ത് ഉപയോഗിച്ച് ചെയ്യുന്ന ആക്ടിവിറ്റീസ് കൊണ്ടാണ് ഹെർണിയേഷൻ ഉണ്ടാവുന്നത്. നോക്കാം. സ്ട്രെയിനിങ്, സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. ലിഫ്റ്റിംഗ് ഓഫ് ഹെവി വെയ്റ്റ്, ഹെവി വെയ്റ്റ് പൊക്കുക. ക്രോണിക് കഫ്, അതിൽ TB, ക്രോണിക് ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിയൽ ആസ്മ വരാം. ദെൻ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, ഹാബിച്വൽ ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ആവാം, ഓർ റെക്ടൽ സ്ട്രിക്ചർ പോലുള്ളത് കൊണ്ടാവാം. യൂറിനറി കോസ്, ഓൾഡ് ഏജിലാണെങ്കിൽ BPH, കാർസിനോമ പ്രോസ്റ്റേറ്റ് കൊണ്ടുവരാം. യങ് ഏജിൽ സ്ട്രിക്ചർ യുറേത്ര, വെരി യങ് ഏജ് ഫൈമോസിസ്. പിന്നെ ഒബേസിറ്റി, പ്രഗ്നൻസി, സ്മോക്കിംഗ്, അസൈറ്റിസ്. ദീസ് ആർ ദ എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്. പാർട്സ് ഓഫ് ഹെർണിയ. 3 പാർട്സ് ആണ് ഹെർണിയയ്ക്ക് ഉള്ളത്, സാക്ക്, കവറിങ്സ്, കണ്ടൻറ്റ്. സാക്ക്.
It is the diverticulum of peritoneum with mouth, neck, body and fundus. പെരിട്ടോണിയത്തിൽ നിന്നുള്ള ഒരു പൗച്ചാണ് സാക്ക് എന്ന് പറയുന്നത്. 4 പാർട്സ് ഉണ്ട്: മൗത്ത്, നെക്ക്, ബോഡി ആൻഡ് ഫണ്ടസ്. കവറിങ്സ്: ലെയേഴ്സ് ഓഫ് അബ്ഡോമിനൽ വാൾ ത്രൂ വിച്ച് ദ സാക്ക് പാസസ്. ഈ സാക്കിൻ്റെ കവറിങ്സ് ആയി വരുന്നത് ലെയേഴ്സ് ഓഫ് അബ്ഡോമിനൽ വാൾ ആയിരിക്കും. കണ്ടൻസ് ഓഫ് സാക്ക്: സാക്കിൻ്റെ കണ്ടൻറ്റ് അനുസരിച്ച് ഒമെൻറ്റം ആണ് കണ്ടൻറ്റ് എങ്കിൽ ഒമെൻറ്റോസീൽ, ഇൻറ്റസ്റ്റൈൻ ആണെങ്കിൽ എൻഡറോസീൽ, യൂറിനറി ബ്ലാഡർ ആണെങ്കിൽ സിസ്റ്റോസീൽ, അങ്ങനെ പേരുകൾ വരാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ. 5 ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്: റെഡ്യൂസിബിൾ, ഇറെഡ്യൂസിബിൾ, ഒബ്സ്ട്രക്റ്റഡ്, സ്ട്രാങ്കുലേറ്റഡ്, ഇൻഫ്ലെയിംഡ്. ഇതിൻ്റെ പേരനുസരിച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും. റെഡ്യൂസിബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്, റെഡ്യൂസസ് ഇറ്റ് സെൽഫ് വെൻ ദ പേഷ്യൻറ്റ് ലൈസ് ഡൗൺ ഓർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ പേഷ്യൻറ്റ് ഓർ സർജൻ. പേഷ്യൻറ്റ് ലൈ ഡൗൺ ചെയ്യുമ്പോൾ തന്നെത്താൻ റെഡ്യൂസ്ഡ് ആവാം, ഓർ പേഷ്യൻ്റ് ഓർ സർജന് കൈവച്ച് കണ്ടൻസ് അകത്തേക്ക് ആക്കാൻ പറ്റും. നെക്സ്റ്റ് ഇറെഡ്യൂസിബിൾ ഹെർണിയ. Contents cannot be returned to abdomen due to narrow neck, adhesions, overcrowding. Irreducible hernia എന്ന് പറയുമ്പോൾ irreducible ആയിരിക്കും. Contents cannot be returned back to abdomen. അത് നാരോ നെക്ക് ആയതുകൊണ്ടാവാം, അദഷൻസ് ഉള്ളത് കൊണ്ടാവാം, ഓർ ഓവർ ക്രൗഡിങ് കൊണ്ടാവാം. Obstructed hernia. It is an irreducible hernia with obstruction. ബ്ലഡ് സപ്ലൈ നോട്ട് ഇൻ്റർഫിയർഡ്. ഇതൊരു ഇറെഡ്യൂസിബിൾ ഹെർണിയയാണ്, ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിരിക്കും, പക്ഷേ ബ്ലഡ് സപ്ലൈ നോട്ട് ഇൻ്റർഫിയർഡ്. നെക്സ്റ്റ് സ്ട്രാങ്കുലേറ്റഡ് ഹെർണിയ. ബ്ലഡ് സപ്ലൈ ഇസ് ഇംപെയർഡ് ലീഡിങ് ടു ഗാംഗ്രീൻ. ഇതിൽ ബ്ലഡ് സപ്ലൈ ഇംപെയർഡ് ആയിരിക്കും, ഇറ്റ് ലീഡ്സ് ടു ഗാംഗ്രീൻ. ഇൻഫ്ലെയിംഡ് ഹെർണിയ. ഇൻഫ്ലമേഷൻ ഓഫ് കണ്ടൻറ്റ് ഓഫ് ദ സാക്ക്. ഇവിടെ ഇൻഫ്ലമേഷൻ ഓഫ് കണ്ടൻറ്റ് ഉണ്ടായിരിക്കാം. കണ്ടൻസിന് വരുന്ന ഇൻഫെക്ഷൻ കൊണ്ടോ സെപ്സിസ് കൊണ്ടോ ആയിരിക്കും ഇൻഫ്ലമേഷൻ ഉണ്ടാവുക. നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു സൈറ്റ്. ഏത് സൈറ്റിലാണോ ഹെർണിയ ഉണ്ടാവുന്നത് അതനുസരിച്ച്. ഇൻഗ്വിനൽ കനാലിലാണെങ്കിൽ ഇൻഗ്വിനൽ ഹെർണിയ, ഫെമറൽ കനാലിലാണെങ്കിൽ ഫെമറൽ ഹെർണിയ, അതുപോലെ ഒബ്റ്റുറേറ്റർ ഹെർണിയ, ലംബാർ ഹെർണിയ, അംബിലിക്കൽ ഹെർണിയ, എപ്പിഗാസ്ട്രിക് ഹെർണിയ, ഡയഫ്രമാറ്റിക് ഹെർണിയ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു കണ്ടൻറ്റ്. ഇത് നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഒമെൻറ്റം ആണ് കണ്ടൻറ്റ് എങ്കിൽ ഒമെൻറ്റോസീൽ, ഇൻറ്റസ്റ്റൈൻ ആണെങ്കിൽ എൻഡറോസീൽ, യൂറിനറി ബ്ലാഡർ ആണെങ്കിൽ സിസ്റ്റോസീൽ, പാർട്ട് ഓഫ് ബവൽ വാൾ ആണെങ്കിൽ റിച്ചേഴ്സ് ഹെർണിയ, മെക്കൽസ് ഡൈവേർട്ടിക്കുലം ആണെങ്കിൽ ലിറ്റേഴ്സ് ഹെർണിയ. നെക്സ്റ്റ് കോംപ്ലിക്കേഷൻസ് ആണ്. 3 കോംപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ഇൻറ്റസ്റ്റിനൽ ഒബ്സ്ട്രക്ഷൻ, ഇൻകാർസറേഷൻ, ദാറ്റ് മീൻസ് കണ്ടൻസ് ഇമ്മൂവബിൾ ആയിട്ടിരിക്കുക, സ്ട്രാങ്കുലേഷൻ, ബ്ലഡ് സപ്ലൈ ഇംപെയർഡ് ആകുക. നെക്സ്റ്റ് ജനറൽ മാനേജ്മെൻ്റ് ആണ്. 3 മാനേജ്മെൻറ്റ് മെത്തേഡ്സ് ആണുള്ളത്: കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ്, ട്രസ്, ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിൽ എൽഡർലി ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ് ആൻഡ് ഹിസ് ഹെർണിയ ഈസ് അസിംറ്റമാറ്റിക്, സ്വെല്ലിംഗ് സ്മോൾ സൈസാണ് ആൻഡ് ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഈസിലി ആൻഡ് നോട്ട് കോസിങ് എനി ആങ്സൈറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒബ്സർവേഷൻ മാത്രം ചെയ്താൽ മതിയാവും. ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതായത് എൽഡർലി ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണ്, ആൾക്ക് ഹെർണിയ ഈസ് അസിംറ്റമാറ്റിക് ആണ്, സ്വെല്ലിംഗ് സ്മോൾ ഇൻ സൈസ് ആണ്, ക്യാൻ ബി റെഡ്യൂസ്ഡ് ഈസിലി ആണ്, ആൻഡ് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ
നമുക്ക് ഒബ്സർവേഷൻ മാത്രം ചെയ്താൽ മതിയാകും. സർജറി സജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് മെത്തേഡ് ഈസ് ട്രസ്. എ ട്രസ് പ്രൊവൈഡ്സ് സപ്പോർട്ട് ഫോർ ഹെർണിയേറ്റഡ് ഏരിയ. ഹെർണിയേറ്റഡ് ഏരിയയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന മെത്തേഡാണ് ട്രസ്. യൂസിങ് എ പാഡ് ആൻഡ് ബെൽറ്റ് അറേഞ്ച്മെൻറ്റ് ടു ഹോൾഡ് ഇറ്റ് ഇൻ കറക്റ്റ് പൊസിഷൻ. ഇതിൽ ഒരു പാഡ് ആൻഡ് ബെൽറ്റ് അറേഞ്ച്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഹെർണിയേഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി അവിടെ സപ്പോർട്ട് കൊടുക്കും ഈ പാഡ് ആൻഡ് ബെൽറ്റ് അറേഞ്ച്മെൻറ്റ് കൊണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ ട്രീറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് യൂസ് ടു പ്രിവെൻറ്റ് ഹെർണിയ. ഇതൊരു ട്രീറ്റ്മെൻ്റ് അല്ല, പ്രിവെൻഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് സർജിക്കൽ മാനേജ്മെൻറ്റ്. സർജറിയാണ് ഹെർണിയയുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ. 3 സർജറീസ് ആണ് പറയുന്നത്: ഹെർനിയോട്ടമി, ഹെർനിയോറാഫി, ഹെർനിയോപ്ലാസ്റ്റി. ഫസ്റ്റ് വൺ ഹെർനിയോട്ടമി. ഹെർനിയോട്ടമിയിൽ 3 പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യുന്നത്. നെക്ക് ഓഫ് സാക്ക് ഈസ് ട്രാൻസ്ഫിക്സ്ഡ്, ലിഗേറ്റഡ്, ഹെർണിയൽ സാക്ക് എക്സൈസ്ഡ്. നെക്ക് ഓഫ് സാക്ക് ആദ്യം ഫിക്സ് ചെയ്ത് വയ്ക്കുക, ദെൻ ലിഗേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് എക്സൈസ്ഡ്. എക്സൈസ് ചെയ്ത് കളയുക. ഹെർനിയോറാഫി. ഹെർനിയോറാഫിയും ആദ്യം ഹെർനിയോട്ടമിയാണ് ചെയ്യുന്നത്. അതായത് നെക്ക് ഓഫ് സാക്ക് ഈസ് ട്രാൻസ്ഫിക്സ്ഡ്, ദെൻ ഇറ്റ് ഈസ് ലിഗേറ്റഡ് ആൻഡ് എക്സൈസ്ഡ്. അത് കഴിഞ്ഞ് ഇവിടെ ഡിഫക്റ്റഡ് ആയിട്ടുള്ള അബ്ഡോമിനൽ വാൾ റിപ്പയർ കൂടെ ചെയ്യുന്നുണ്ട്. റിപ്പയർ ഓഫ് ദ വാൾ ബൈ സ്യൂച്ചറിങ്. റിപ്പയർ ചെയ്യുന്നത് സ്യൂച്ചറിങ് വഴിയാണ്. നെക്സ്റ്റ് ഈസ് ഹെർനിയോപ്ലാസ്റ്റി. It is the strengthening of posterior inguinal wall in case of indirect hernia or in any large hernia with weak abdominal wall using a supportive material. ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ഹെർണിയയിൽ പോസ്റ്റീരിയർ ഇൻഗ്വിനൽ വാൾ സ്ട്രെങ്തൻ ചെയ്യാനും ഓർ എനി അതർ ലാർജ് ഹെർണിയസിലാണ് യൂസ് ചെയ്യുന്നത്. ഹിയർ ഓൾസോ repair of defective abdominal wall is done by supportive material. ഇവിടെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള അബ്ഡോമിനൽ വാൾ റിപ്പയർ ചെയ്യുന്നത് സപ്പോർട്ടീവ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇതിന് പ്രൊസീജിയർ ആദ്യം നേരത്തെ പോലെ തന്നെ ഹെർനിയോട്ടമി, അതായത് നെക്ക് ഈസ് ട്രാൻസ്ഫിക്സ്ഡ്, ലിഗേറ്റഡ് ആൻഡ് ദെൻ എക്സൈസ്ഡ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് റിപ്പയർ ബൈ സ്യൂച്ചറിങ് ദ സപ്പോർട്ടീവ് മെറ്റീരിയൽ ടു സറൗണ്ടിങ് ടിഷ്യൂ. അബ്ഡോമിനൽ വാൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു സപ്പോർട്ടീവ് മെറ്റീരിയൽ വെച്ചിട്ട് അത് സറൗണ്ടിങ് ടിഷ്യൂ ആയിട്ട് സ്യൂച്ചർ ചെയ്തിട്ടാണ് റിപ്പയർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഹെർനിയോപ്ലാസ്റ്റി. ഹെർനിയോപ്ലാസ്റ്റിയിൽ സപ്പോർട്ടീവ് മെറ്റീരിയൽ ആയിട്ട് സിന്തറ്റിക് യൂസ് ചെയ്യാം ഓർ ബയോളജിക്കൽ മെറ്റീരിയൽ യൂസ് ചെയ്യാം. സിന്തറ്റിക്കിൽ പ്രോളിൻ മെഷ് പോലത്തെ സബ്സ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ബയോളജിക്കൽ പേഷ്യൻസ് ഓൺ ടിഷ്യൂ, അതായത് സ്കിൻ ഫ്ലാപ്പ്, ഫേഷ്യൽ ആറ്റ പോലുള്ള വസ്തുക്കളാണ് യൂസ് ചെയ്യുന്നത്. ഇനി സർജറിയുടെ ഇൻഡിക്കേഷൻസ്: ഡയറക്റ്റ് ഹെർണിയ, റിക്കറൻറ്റ് ഹെർണിയ, ഇൻസിഷണൽ ഹെർണിയ, ഓൾഡ് ഏജ്. ഇതിലൊക്കെയാണ് സർജറി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹെർണിയ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ എഴുതണം എന്നാണ് കണ്ടത്. ഒരു റിവ്യൂ നോക്കുകയാണെങ്കിൽ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ഓർ നാച്ചുറൽ ആയ ഓപ്പണിങ്ങിൽ കൂടെ വിസ്കസ് ഓർ പാർട്ട് ഓഫ് വിസ്കസ് അബ്നോർമലി പ്രൊട്രൂഡ് ചെയ്യുന്നതാണ് ഹെർണിയ എന്ന് പറഞ്ഞു. ദെൻ കോമൺ ഹെർണിയ സൈറ്റ്സ് പറഞ്ഞു. ടൈപ്സ്, 2 ടൈപ്സ് ആർ ദർ, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ. ദെൻ എറ്റിയോളജി, ട്രെയിനിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ട് ആണ് ഹെർണിയേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു. പാർട്സ് ഓഫ് ഹെർണിയ 3 പാർട്സ് ആണുള്ളത്: സാക്ക്, കവറിങ്സ് ആൻഡ് കണ്ടൻറ്റ്. ദെൻ ക്ലാസിഫിക്കേഷൻ, 3 ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു: അക്കോർഡിംഗ് ടു കണ്ടൻറ്റ്, അക്കോർഡിംഗ് ടു ഏരിയ ആൻഡ് ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ. കോംപ്ലിക്കേഷൻസ്
ദെൻ ജനറൽ മാനേജ്മെൻറ്റ് പറഞ്ഞു. കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ്, ട്രസ് ആൻഡ് സർജിക്കൽ മാനേജ്മെൻറ്റ്. സർജിക്കൽ മാനേജ്മെൻറ്റിൽ 3 സർജറീസ് ആണ്: ഹെർനിയോട്ടമി, ഹെർനിയോറാഫി ആൻഡ് ഹെർനിയോപ്ലാസ്റ്റി. സോ ഇതാണ് ഹെർണിയ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻഗ്വിനൽ ഹെർണിയ ആണ് നോക്കാൻ പോകുന്നത്. ഇൻഗ്വിനൽ ഹെർണിയ നമ്മൾ നേരത്തെ പറഞ്ഞ ഹെർണിയയുടെ ഡെഫിനിഷനിൽ ഇൻഗ്വിനൽ കനാലിൽ കൂടെ അബ്നോർമൽ പ്രൊട്രൂഷൻ വരുന്നതാണ് ഇൻഗ്വിനൽ ഹെർണിയ. സോ ആ ഡെഫിനിഷനിൽ ഇൻഗ്വിനൽ കനാൽ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഡെഫിനിഷനായി. ഇറ്റ് ഈസ് ദ അബ്നോർമൽ പ്രൊട്രൂഷൻ ഓഫ് വിസ്കസ് ഓർ പാർട്ട് ഓഫ് വിസ്കസ് ത്രൂ ദ ഇൻഗ്വിനൽ കനാൽ. Inguinal hernia is above and medial to pubic tubercle. Inguinal herniയയുടെ സൈറ്റ് എബവ് ആൻഡ് മീഡിയൽ ടു പ്യൂബിക് ട്യൂബർക്കിൾ ആണ്. ആ എബവ് ആൻഡ് മീഡിയൽ ഒന്ന് നോട്ട് ചെയ്യണം, ബിക്കോസ് ഫെമറൽ ഹെർണിയയിൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ബിലോ ആൻഡ് ലാറ്ററൽ ടു ദ പ്യൂബിക് ട്യൂബർക്കിൾ ആണ് ഫെമറൽ ഹെർണിയയുടെ സൈറ്റ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഡയറക്റ്റ് ഇൻഗ്വിനൽ ഹെർണിയ ആൻഡ് ഇൻഡയറക്റ്റ് ഇൻഗ്വിനൽ ഹെർണിയ. ഡയറക്റ്റ് ഇൻഗ്വിനൽ ഹെർണിയ, ഇറ്റ് occurs through the posterior wall of the inguinal canal through Haselback's triangle. ഡയറക്റ്റ് ഇൻഗ്വിനൽ ഹെർണിയ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ വാൾ ഓഫ് ദ ഇൻഗ്വിനൽ കനാലിൽ കൂടെയാണ് ഉണ്ടാവുന്നത്. അത് നമ്മൾ ഇൻഗ്വിനൽ കനാൽ ഒരു കുഴലായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് ഡീപ്പ് ഇൻഗ്വിനൽ റിംഗ് ആണ്, ഇപ്പുറത്തെ എൻഡ് സൂപ്പർഫിഷ്യൽ ഇൻഗ്വിനൽ റിംഗ് ആണ്. അങ്ങനെ ഇമാജിൻ ചെയ്താൽ ഇതിൻ്റെ പോസ്റ്റീരിയർ വാളിൽ ഒരു ഡിഫക്റ്റ്, ദാറ്റ് ഈസ് ഒരു ഹോൾ ഉണ്ടായി, അതിൽ കൂടെ കണ്ടൻസ് പാസ് ചെയ്ത് സൂപ്പർഫിഷ്യൽ ഇൻഗ്വിനൽ റിങ്ങിൽ കൂടെ പുറത്ത് വരുന്നതാണ് ഡയറക്റ്റ് ഇൻഗ്വിനൽ ഹെർണിയ. ഇൻഡയറക്റ്റ് ഇൻഗ്വിനൽ ഹെർണിയ, ഹിയർ ഇതുപോലെ തന്നെ ഒരു ഇൻഗ്വിനൽ കനാൽ ഒരു കുഴലായിട്ട് സങ്കല്പിച്ച് അതിൻ്റെ ഒരു എൻഡ് ഡീപ്പ് ഇൻഗ്വിനൽ റിംഗ് ആൻഡ് ഇപ്പുറത്തെ എൻഡ് സൂപ്പർഫിഷ്യൽ ഇൻഗ്വിനൽ റിംഗ് ആണെന്ന് സങ്കല്പിച്ചാൽ അബ്ഡോമിനൽ കണ്ടൻസ് ഡീപ്പ് ഇൻഗ്വിനൽ റിങ്ങിൽ കൂടെ പാസ് ചെയ്ത് ഇൻഗ്വിനൽ കനാലിൽ കൂടെ പാസ് ചെയ്ത് സൂപ്പർഫിഷ്യൽ ഇൻഗ്വിനൽ റിങ്ങിൽ കൂടെ പുറത്തേക്ക് വരുന്നതാണ് ഇൻഡയറക്റ്റ് ഇൻഗ്വിനൽ ഹെർണിയ. നെക്സ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ 2 according to extent. Incomplete and complete. 2 types are there, incomplete and complete ഉണ്ട്. ഇൻകംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ കണ്ടൻസ് ഇൻകംപ്ലീറ്റ്ലി പ്രൊട്രൂഡഡ് ആയിരിക്കും. അതിൽ 2 ടൈപ്പ് ഉണ്ട്, ബുബിനോസീൽ ആൻഡ് ഫ്യൂണിക്കുലർ. ബുബിനോസീൽ എന്ന് പറയുമ്പോൾ കണ്ടൻസ് ഇൻഗ്വിനൽ കനാൽ വരെ പ്രൊട്രൂഷൻ ഉണ്ടാവുകയുള്ളൂ. ഫ്യൂണിക്കുലർ മീൻസ് സ്ക്രോട്ടത്തിൻ്റെ എബവ് വരെ പ്രൊട്രൂഷൻ ഉണ്ടാവും. കംപ്ലീറ്റ് ഹെർണിയ മീൻസ് ഫുൾ പ്രൊട്രൂഷൻ ഉണ്ടാവും, സ്ക്രോട്ടത്തിൻ്റെ ബിലോ വരെ പ്രൊട്രൂഷൻ ഉണ്ടാവും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ 5 എണ്ണം: റെഡ്യൂസിബിൾ, ഇറെഡ്യൂസിബിൾ, ഒബ്സ്ട്രക്റ്റഡ്, സ്ട്രാങ്കുലേറ്റഡ്, ഇൻഫ്ലെയിംഡ്. ഈ ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ ഇൻഗ്വിനൽ ഹെർണിയയിലും നമുക്ക് എഴുതാം. അക്കോർഡിംഗ് ടു കണ്ടൻസ്, ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതും ഇവിടെ നമുക്ക് എഴുതാം. ഒമെൻറ്റോസീൽ, എൻഡറോസീൽ, സിസ്റ്റോസീൽ, റിച്ചേഴ്സ് ഹെർണിയ, ലിറ്റേഴ്സ് ഹെർണിയ. Next, clinical features of inguinal hernia. More common in males, 20:1. 20:1 റേഷ്യോയിൽ മെയിൽസിലാണ് കൂടുതലായി കാണുന്നത്. പെയിൻ ആണ് മെയിൻ സിംറ്റം. ഇറ്റ് ക്യാൻ ബി ഡ്രാഗിങ് ടൈപ്പ് ഓർ ഏക്കിംഗ് ടൈപ്പ്. ദെൻ സ്വെല്ലിംഗ് ആണ് വേറൊരു മെയിൻ സിംറ്റം. ഇറ്റ് വിൽ ബി ഇൻ ദ ഗ്രോയിൻ റീജിയൻ എബവ് ആൻഡ് മീഡിയൽ ടു പ്യൂബിക് ട്യൂബർക്കിൾ. സൈറ്റ് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു, എബവ് ആൻഡ് മീഡിയൽ ടു പ്യൂബിക് ട്യൂബർക്കിൾ ആയിരിക്കും. ഇനി ഇൻറ്റെസ്റ്റിനൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ വോമിറ്റിംഗ്, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡിസ്യൂറിയ കാണിക്കാം.
ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വെച്ച് തന്നെ നമുക്ക് ഇൻഗ്വിനൽ ഹെർണിയ ഡയഗ്നോസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ വേണ്ടി കുറേ സ്പെഷ്യൽ ടെസ്റ്റ് പറയുന്നുണ്ട്. അതിൽ രണ്ട് സിമ്പിളായിട്ടുള്ള സ്പെഷ്യൽ ടെസ്റ്റാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് റിംഗ് ഒക്ലൂഷൻ ടെസ്റ്റ്. റിംഗ് ഒക്ലൂഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഹെർണിയ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. റിംഗ് ഒക്ലൂഷൻ ടെസ്റ്റ്, അതായത് ഡീപ്പ് ഇൻഗ്വിനൽ റിംഗ് നമ്മൾ തമ്പ് വെച്ച് ഒക്ലൂഡ് ചെയ്യുന്നു, എന്നിട്ട് പേഷ്യൻറ്റിനോട് കഫ് ചെയ്യാൻ പറയുന്നു, പേഷ്യൻറ്റിനോട് ചുമയ്ക്കാൻ പറയുന്നു. അപ്പോൾ നമുക്ക് തമ്പിൽ ഇമ്പൾസ് കിട്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആണോ എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഡീപ്പ് ഇൻഗ്വിനൽ റിംഗ് ഇസ് ലൊക്കേറ്റഡ്. ആദ്യം ഡീപ്പ് ഇൻഗ്വിനൽ റിംഗ് ലൊക്കേറ്റ് ചെയ്യുക. ദെൻ റെഡ്യൂസ് ദ കണ്ടൻസ് റെഡ്യൂസ് ചെയ്യുക. തമ്പ് ഇസ് പ്ലേസ്ഡ് ഓവർ ദ ഡീപ്പ് ഇൻഗ്വിനൽ റിംഗ്. തമ്പ് ഡീപ്പ് ഇൻഗ്വിനൽ റിംഗിൽ പ്ലേസ് ചെയ്യുക. പേഷ്യൻ്റ് ഇസ് ആസ്ക്ഡ് ടു കഫ്. പേഷ്യൻറ്റിനോട് ചുമയ്ക്കാൻ പറയുക. എക്സ്പാൻസൽ ഇമ്പൾസ് ഓൺ കഫിംഗ് ഓൺ ദ മീഡിയൽ സൈഡ് ഓഫ് ദ തമ്പ് ഈവൻ ആഫ്റ്റർ ഒക്ലൂഷൻ സജസ്റ്റ് ഡയറക്റ്റ് ഇൻഗ്വിനൽ ഹെർണിയ. പേഷ്യൻ്റ് ചുമയ്ക്കുന്ന സമയത്ത് നമുക്ക് തമ്പിൽ ഇമ്പൾസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്റ്റ് ഇൻഗ്വിനൽ ഹെർണിയ ആയിരിക്കും. കാരണം ഡയറക്റ്റ് ഇൻഗ്വിനൽ ഹെർണിയയിൽ നമ്മൾ ഡീപ്പ് ഇൻഗ്വിനൽ റിംഗ് ഒക്ലൂഡ് ചെയ്താലും കണ്ടൻസ് വരുന്നത് പോസ്റ്റീരിയർ വാൾ ഡിഫക്റ്റിൽ കൂടെയാണ്. ദെൻ ഇറ്റ് പാസസ് ത്രൂ സൂപ്പർഫിഷ്യൽ ഇൻഗ്വിനൽ റിംഗ്. സോ ഡീപ്പ് ഇൻഗ്വിനൽ റിംഗ് നമ്മൾ ഒക്ലൂഡ് ചെയ്താലും കണ്ടൻസ് പുറത്തേക്ക് വരും. സോ ഇറ്റ് വിൽ ബി ഡയറക്റ്റ് ഇൻഗ്വിനൽ ഹെർണിയ. റിപ്പീറ്റഡ് ഇൻ സ്റ്റാൻഡിംഗ് പൊസിഷൻ. ഈ സെയിം പ്രൊസീജിയർ സ്റ്റാൻഡിംഗ് പൊസിഷനിലും റിപ്പീറ്റ് ചെയ്യുക. അപ്പോഴും ഇമ്പൾസ് കിട്ടുകയാണെങ്കിൽ then it will be direct hernia confirmed. Direct hernia confirmed. Impulse ഒന്നുമില്ലെങ്കിൽ then it will be indirect hernia, because indirect herniaയിലാണ് ഫസ്റ്റ് ഡീപ്പ് ഇൻഗ്വിനൽ റിംഗിൽ കൂടെ പാസ് ചെയ്യുന്നത്. സോ ഡീപ്പ് ഇൻഗ്വിനൽ റിംഗ് നമ്മൾ ഒക്ലൂഡഡ് ആക്കി വെക്കുമ്പോൾ കണ്ടൻസ് cannot be passed. സോ നോ ഇമ്പൾസ്. നെക്സ്റ്റ് സ്പെഷ്യൽ ടെസ്റ്റാണ് ഗെറ്റ് അബവ് ദ സ്വെല്ലിംഗ്. ഇതിൽ നമ്മൾ റൂട്ട് ഓഫ് സ്ക്രോട്ടം ഈസ് ഹെൽഡ് ബിറ്റ്വീൻ ദ തമ്പ് ആൻഡ് ഇൻഡെക്സ് ആൻഡ് മിഡിൽ ഫിംഗേഴ്സ്. തമ്പ്, ഇൻഡെക്സ് ആൻഡ് മിഡിൽ ഫിംഗർ വെച്ച് റൂട്ട് ഓഫ് സ്ക്രോട്ടം ഹോൾഡ് ചെയ്യുക. ഇൻ പ്യുവർ സ്ക്രോട്ടൽ സ്വെല്ലിംഗ് ലൈക്ക് ഹൈഡ്രോസീൽ വി ക്യാൻ ഫീൽ കോഡ്. ഈ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് പ്യുവർ സ്ക്രോട്ടൽ സ്വെല്ലിങ്ങും ഇൻഗ്വിനോസ്ക്രോട്ടൽ സ്വെല്ലിംഗ്, അതായത് ഹെർണിയ പോലത്തെ മീൻസ് ഇൻഗ്വിനൽ ഹെർണിയ ആണോ എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ്. പ്യുവർ സ്ക്രോട്ടൽ സ്വെല്ലിംഗ് ആണോ ഇൻഗ്വിനൽ ഹെർണിയ ആണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. സോ റൂട്ട് ഓഫ് സ്ക്രോട്ടം ഈസ് ഹെൽഡ് ബിറ്റ്വീൻ ദ തമ്പ് ആൻഡ് ഇൻഡെക്സ് ആൻഡ് മിഡിൽ ഫിംഗർ. പ്യുവർ സ്ക്രോട്ടൽ സ്വെല്ലിംഗ് ആണെങ്കിൽ നമുക്ക് സ്വെല്ലിങ്ങിൻ്റെ മുകളിൽ കൂടെ സ്ക്രോട്ടത്തിലെ കണ്ടൻസ്, അതായത് സ്പെർമാറ്റിക് കോഡ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഗെറ്റ് അബവ് ദ സ്വെല്ലിംഗ്, സ്ക്രോട്ടത്തിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കണ്ടൻസ് ഫീൽ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഗെറ്റ് അബവ് ദ സ്വെല്ലിംഗ് ആണ്. ഇനി ഇൻഗ്വിനൽ ഹെർണിയയുടെ കേസ് ആണെങ്കിൽ വി കനോട്ട് ഗെറ്റ് അബവ് ദ സ്വെല്ലിംഗ് ഡ്യൂ ടു ഡിസെൻഡ് ഓഫ് ദ ഹെർണിയൽ കണ്ടൻസ്. ഹെർണിയൽ കണ്ടൻസ് ഡിസെൻഡ് ചെയ്യുന്നത് കൊണ്ട് സ്ക്രോട്ടത്തിലെ കണ്ടൻസ്, ദാറ്റ് ഈസ് സ്പെർമാറ്റിക് കോഡ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. So it cannot be get above the swelling. So get above swelling inguinal hernial നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റ് നമ്മൾ ജനറൽ മാനേജ്മെൻറ്റ് ഹെർണിയയുടെ പറഞ്ഞത് തന്നെ സെയിം തന്നെയാണ് ഇൻഗ്വിനൽ ഹെർണിയയ്ക്കും എഴുതാവുന്നത്. ദാറ്റ് ഈസ് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ്, ട്രസ്, ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞു എൽഡർലി ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൽ അസിംറ്റമാറ്റിക് ആണ്, swelling small size ആണ്, and it can be reduced easily and not causing any anxiety
ആണ് എങ്കിൽ ഒബ്സർവേഷൻ അലോൺ ഷുഡ് ബി സഫിഷ്യൻറ്റ്. Next, truss. It provides support for the herniated area using a pad and belt arrangement to hold it in correct position. It is not a treatment and used to prevent hernia. സർജിക്കൽ മാനേജ്മെൻറ്റ് 3 സർജറീസ് ആണ് പറഞ്ഞത്: ഹെർണിയോട്ടമി, ഹെർണിയോറാഫി ആൻഡ് ഹെർണിയോപ്ലാസ്റ്റി. അതിൻ്റെ ഡീറ്റെയിൽഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതും നമുക്ക് ഇവിടെ എഴുതാം. സോ ഇൻഗ്വിനൽ ഹെർണിയ ഒരു 5 മാർക്കിന് ചോദിച്ചാൽ എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് ഡെഫിനിഷൻ, ഇൻഗ്വിനൽ കനാലിൽ കൂടെയുള്ള പ്രൊട്രൂഷൻ ആണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഹെർണിയ പറഞ്ഞു. ക്ലാസിഫിക്കേഷൻസിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഹെർണിയ എഴുതാം. അക്കോർഡിംഗ് ടു എക്സ്റ്റെൻറ്റ് എഴുതാം. ദെൻ ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻസ് എഴുതാം. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു. സ്വെല്ലിംഗ് ആൻഡ് പെയിൻ ആർ മെയിൻ ഫീച്ചേഴ്സ്. ആൻഡ് ഇൻറ്റസ്റ്റിനൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ വോമിറ്റിംഗ്, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ഫീച്ചേഴ്സ് കൂടെ എഴുതാം. ദെൻ സ്പെഷ്യൽ ടെസ്റ്റ്, റിംഗ് ഒക്ലൂഷൻ ടെസ്റ്റ് ആൻഡ് ഗെറ്റ് അബൌവ് ദ സ്വെല്ലിംഗ് ടെസ്റ്റ് പറഞ്ഞു. മാനേജ്മെൻറ്റ്, ജനറൽ മാനേജ്മെൻറ്റ് തന്നെയാണ് ഇതിലെഴുതാവുന്നത്. കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ്, ട്രസ് ആൻഡ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൽ 3 ഓപ്പറേഷൻസ്: ഹെർണിയോട്ടമി, ഹെർണിയോറാഫി ആൻഡ് ഹെർണിയോപ്ലാസ്റ്റി. സോ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കറക്ഷൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ഞങ്ങളുടെ ഈ ചാനൽ BAMS എക്സാം മെയ്ഡ് ഈസി സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് സപ്പോർട്ടിങ് അസ്.